നമസ്കാരം. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രമേയത്തെ പറ്റിയുള്ള തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. 1994 ആദ്യമായി KSRTC സൂപ്പർ ഫാസ്റ്റ് എന്ന ജനകീയ സർവീസ് ആരംഭിക്കുന്നത്. ഏറ്റവും കുറച്ച് സ്റ്റോപ്പുകൾ നിർത്തിക്കൊണ്ട് ഏറ്റവും വേഗത്തിൽ യാത്രക്കാരെ അവരുടെ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൂപ്പർ ഫാസ്റ്റ് എന്ന സർവീസ് ആരംഭിച്ചത്. പക്ഷേ ദൗർഭാഗ്യവശാൽ കാലാകാലങ്ങളിൽ പല സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് KSRTC കൂടുതൽ സ്റ്റോപ്പുകളിലേക്ക് സൂപ്പർ ഫാസ്റ്റുകൾ നിർത്താൻ തുടങ്ങി. ധാരാളം ബസ് സ്റ്റേഷനുകളിൽ അനാവശ്യമായി കയറി ഇറങ്ങി, കയറാൻ ആളില്ല, ഇറങ്ങാൻ ആളില്ലെങ്കിലും കയറി ഇറങ്ങി സമയം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് സാധാരണ ഒരു ഫാസ്റ്റ് പാസഞ്ചറിന്റെ നിലയിലേക്ക് സൂപ്പർ ഫാസ്റ്റിനെ തരം താഴ്ത്തി കൊണ്ടുവന്നു. യാത്രക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടായി മാറി. കാരണം ട്രെയിനിൽ പുറപ്പെടുന്നതിനേക്കാൾ സമയമെടുത്തുകൊണ്ട് എത്തുന്നു. 3 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ട്രെയിൻ കോട്ടയത്ത് എത്തുമ്പോൾ ഒരു ബസ് 6 മണിക്കൂർ കൊണ്ട് കോട്ടയത്ത് എത്തുന്നു. ഇത് യാത്രക്കാരെ സംബന്ധിച്ച്, ഇത് രണ്ടും തുടങ്ങുന്ന തമ്പാനൂരിന്നാണ്. ഇത് യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് കണ്ടതുകൊണ്ട് സ്റ്റോപ്പുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് സൂപ്പർ ഫാസ്റ്റിന്റെ പഴയ പ്രൗഢി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്ന പുതിയ സർവീസ് ആരംഭിക്കുന്നത്. 200 പുതിയ ബസ്സുകളാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 60 ബസ്സുകൾ രംഗത്ത് വന്നു കഴിഞ്ഞു, റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ബാക്കിയുള്ള ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 200 ബസ്സുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത് അനാവശ്യമായ സ്റ്റോപ്പുകൾ ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത ബസ് സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങാതിരിക്കുക. പക്ഷെ ആ ബസ് സ്റ്റേഷനുള്ള സ്ഥലത്ത് തന്നെ പുറത്ത് നിർത്തി ആളിനെ എടുക്കും, റിസർവേഷനിലും ആളെ എടുക്കും. അതിൻ്റെ ഒരു പ്രധാനമായ ഉദാഹരണമായിട്ട് പറയുന്നത്, ഏതാണ്ട് NH-ലൂടി തിരുവനന്തപുരത്ത് നിന്ന് വടക്കൻ ജില്ലകളിലേക്ക് 107 സ്റ്റോപ്പാണ് വന്നത്. ഈ 107 സ്റ്റോപ്പിനെ കുറച്ച് 44 ആക്കി. MC റോഡിൽ 108 സ്റ്റോപ്പാണ് പലപ്പോഴും കോഴിക്കോട് വരെയൊക്കെ എത്തുന്നതിന് മുമ്പ് ഒരു ബസ്സിനുണ്ടായിരുന്നത്. അത് 46 കുറച്ചു. അപ്പൊ ചില സ്ഥലങ്ങളിൽ അത് മനഃപൂർവ്വമായി വണ്ടി താമസിപ്പിച്ചുകൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. വണ്ടികളുടെ സ്റ്റോപ്പ് 108-ൽ നിന്ന് 46-ലേക്ക് താഴുമ്പോൾ സ്വാഭാവികമായിട്ടും വണ്ടി നേരത്തെ എത്തും. നേരത്തെ എത്തുന്ന യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നേരത്തെ എത്തുന്നതും ഒരു കുറ്റകൃത്യമായി കാണാൻ പാടില്ല. KSRTCയിലേക്ക് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സ്റ്റോപ്പുകൾ കുറച്ച് വേഗത്തിൽ എത്തേണ്ട സ്ഥലങ്ങളിൽ യാത്രക്കാർക്ക് എത്തുക. യാത്രക്കാരെ സംബന്ധിച്ച് ഒരൊറ്റ വികാരമുള്ളൂ, സുരക്ഷിതമായി കൃത്യസമയത്ത് എത്തേണ്ടിടത്ത് എത്തണം. ഇത് വേണ്ടിയിട്ടാണ് ഈ സംവിധാനം തുടങ്ങിയത്. ഇതിലൊരു തെറ്റിദ്ധാരണയും വേണ്ട. ഇതിനകത്ത് സർക്കാർ അനുവദിച്ചിട്ടുള്ള ഫ്ലെക്സി റേറ്റ് അനുസരിച്ച് സാധാരണ സൂപ്പർ ഫാസ്റ്റിനേക്കാൾ 5% ചാർജ് കൂടുതലാണ്. വേറെ ഒന്നുകൊണ്ടല്ല, കാരണം ഈ സ്റ്റോപ്പ് വളരെ കുറഞ്ഞു, വണ്ടി വേഗത്തിലെത്തും. അപ്പോൾ വേഗത്തിലെത്താൻ പാടില്ല എന്ന് ചില ജീവനക്കാർക്ക് ഒരു ധാരണ. വേഗത്തിലെത്താൻ പാടില്ല, കൂടുതൽ സമയം എടുത്തുകൊണ്ട് ഒരു ഡ്യൂട്ടിയിൽ തീരേണ്ട ജോലി 2 ഡ്യൂട്ടിയിലും 3 ഡ്യൂട്ടിയിലും ആക്കിയെടുക്കുക എന്നുള്ള ഒരു രഹസ്യമായ ഒരു അജണ്ട. അത് വേണ്ട, അതൊരു ആവശ്യമുള്ള കാര്യമല്ല. അത് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ജോലിക്കാണ് കൂലി വാങ്ങേണ്ടത്, ചെയ്യാത്ത ജോലിക്കല്ല. അപ്പൊ കൃത്യസമയത്ത് യാത്രക്കാരെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ജീവനക്കാരന്റെ പ്രധാനമായ ചുമതല. മാനേജ്മെന്റിന്റെ ചുമതല അതാണ്. KSRTC സംബന്ധിച്ച് യാത്രക്കാരാണ് ഇതിന്റെ യജമാനൻ. യാത്രക്കാർക്ക് സമയത്തെത്തണം. അതുപോലെ തന്നെ പ്രത്യേകമായി എടുത്ത് ഞാൻ പറയാണ്, മിന്നൽ സർവീസുകൾ ഒഴിച്ചുള്ള എല്ലാ ബസ്സുകളിലും ഞാൻ മന്ത്രിയായി വന്നപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. രാത്രി കാലങ്ങളിൽ രാത്രി 8 മണി മുതൽ രാവിലെ 6 മണി വരെ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടാൽ വണ്ടി അവരെ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തി കൊടുക്കണം. അത്തരത്തിൽ ഇറക്കി കൊടുക്കാതിരുന്നാൽ കർശനമായ നടപടിയാണ്. ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസത്തിന്റെ തലേ ദിവസം ഇന്നലെ 2 പരാതികൾ എനിക്ക് കിട്ടി. ഒരു വിട്ടുവീഴ്ചയും അതിൽ സ്വീകരിക്കുന്നതല്ല. സ്ത്രീകളോട് ഒരു പ്രത്യേക സൗഹൃദം, ഒരു നല്ല ബന്ധം KSRTC പുലർത്തേണ്ടതുണ്ട്. കുടുംബസമേതമുള്ള യാത്രക്കാരുടെ എണ്ണം KSRTCയിൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം നമുക്കുണ്ട്. അപ്പൊ സ്ത്രീകളും കുട്ടികളുമായി യാത്ര ചെയ്യുക, അവരെ ഇറക്കി കൊടുക്കണമെന്നുള്ള ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും കണ്ടക്ടർ അതിന് മടി ചാടിച്ചാൽ നിങ്ങൾക്ക് പരാതി അയക്കാം. മന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി അയക്കാം. കർശനമായ, അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്പോയിലെ ആ ഉദ്യോഗസ്ഥർക്ക്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാം. KSRTC CMDക്ക് പരാതി നൽകാം. ആ പരാതിയിന്മേൽ കർശനമായ നടപടി ഉണ്ടാകും. ഞാൻ ജീവനക്കാരോടും പറയുന്നു, ഇത് രക്ഷപ്പെടുത്താനുള്ള, KSRTC എന്ന സ്ഥാപനത്തെ നിലനിർത്താനുള്ള, നിങ്ങളുടെ തൊഴിൽ നിലനിർത്താനുള്ള, KSRTC നിലനിർത്തേണ്ടത് എൻ്റെ ആവശ്യമല്ല, ഇതിലെ തൊഴിലാളികളുടെ ആവശ്യമാണ്, സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ജീവനക്കാർ മനസ്സിലാക്കുക, ഇതിനോട് സഹകരിക്കുക. വെറുതെ യാത്രക്കാരെ ശത്രുവാക്കരുത്. വളരെ നല്ല നിലയിലാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് KSRTC സ്വീകരിച്ചിരിക്കുന്നത്. KSRTC കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറുകയാണ്. അതിനിടയിൽ ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാക്കരുത്. സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം അടക്കമുള്ള വണ്ടികൾ, മിന്നൽ ഒഴിച്ചുള്ള എല്ലാ സർവീസും പറയുന്ന സ്ഥലത്ത് രാത്രിയാണ്. AC വണ്ടിയാണെങ്കിൽ പോലും രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ ആവശ്യപ്പെട്ടാൽ, കുട്ടികളുമായി പോകുന്നവരാവശ്യപ്പെട്ടാൽ, ഒരു പുരുഷൻ ഒരു കുട്ടിയായിട്ട് പോവുകയാണ്, ആവശ്യപ്പെട്ടാൽ നിർത്തി കൊടുക്കണം, ഒരു തെറ്റുമില്ല. അതുകൊണ്ട് ആവശ്യമില്ലാതെ പ്രായമായ സ്ത്രീകളെ പോലും, ഏതാണ്ട് 60-65 വയസ്സ് കഴിഞ്ഞ പ്രായമായ സഹോദരിമാരെ പോലും നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്ഥലത്ത് ഇറക്കാതെ തെരുവ് നായ്ക്കളുടെ ശല്യമുള്ള സ്ഥലത്ത് ഇറക്കി വിട്ടു. അവര് വളരെ പ്രയാസപ്പെട്ട് തെരുവ് നായ്ക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി വീട്ടിലെത്തേണ്ട
ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് എനിക്ക് കിട്ടിയ പരാതി. അതൊക്കെ മര്യാദയല്ല. കുറച്ചുകൂടി സ്നേഹമാകാം. ഭൂരിപക്ഷം വരുന്ന 99% വരുന്ന ജീവനക്കാരും സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ ഇതിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ 1% ആളുകൾ ദയവ് ഇത് കുഴപ്പമുണ്ടാക്കരുത്. അതിൽ ഒരു വിട്ടുവീഴ്ചയും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ആര് ശുപാർശ ചെയ്താലും ഉണ്ടാവില്ല. കാരണം സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും മുതിർന്ന പൗരന്മാരോടും വളരെ സ്നേഹത്തോടെയും മാന്യതയോടെയും പെരുമാറണം. പ്രത്യേകിച്ച് അംഗപരിമിതരോടും. ഈ കുട്ടികളെ സംബന്ധിച്ച് ഞാൻ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞ കാര്യം അംഗപരിമിതർക്കും ബാധകമാണ്. അംഗപരിമിതരായ ആളുകൾ രാത്രി കാലങ്ങളിൽ അവരെ ഇറങ്ങാൻ പറയുന്ന സ്ഥലത്ത് ഇറക്കി വിടണം. ലൈറ്റ്നിങ് ബസ്സിൽ വേണ്ട, മിന്നൽ ബസ്സിൽ വേണ്ട, ബാക്കി എല്ലാ ബസ്സുകളിലും അത് ചെയ്യണം. അത് നമ്മുടെ കടമയാണ്. അവരോട് അന്തസ്സായി പെരുമാറേണ്ടത് ഓരോ ജീവനക്കാരൻ്റെയും കടമയാണ്.